കർമ്മങ്ങൾ, അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു അദ്ദേഹം അറിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ പൂർത്തിയാക്കി വേണം അദ്ദേഹത്തെ പറഞ്ഞയക്കാനെന്നുള്ളത് ഈ സർക്കാരിന്റെയും ഈ നാടിന്റെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെയും ഒക്കെ അവരുടെ ആവശ്യം കൂടിയാണ്. അപ്പോൾ അന്ത്യാഭിലാഷത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്കെങ്കിലും ഇളവ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയും റീത്തും ഒക്കെ സമർപ്പിക്കാനുള്ള അവസരമുണ്ടാവുന്നതും. ഈ ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു വിലാപയാത്ര വേണ്ട, എന്നെ കാത്തിരിക്കുന്നവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നൊക്കെ തീരുമാനിക്കുമ്പോഴും അദ്ദേഹത്തെ കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് അല്പനേരം കാത്തിരിക്കേണ്ടി വന്നു ഇവിടെ എന്നുള്ളതാണ്. ഏതായാലും ഇതാ ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് എത്തുന്നു. ഇനി ഇപ്പോൾ ഈ ഭൗതിക ശരീരവും വഹിച്ചുള്ള ആംബുലൻസ് ഈ വീട്ടുമുറ്റത്ത് നിന്ന് മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് അല്പസമയത്തിനകം നീങ്ങും. ഇവിടെ 2 കിലോമീറ്റർ അധികം ദൂരം, ഏകദേശം 3 കിലോമീറ്റർ താഴെ ദൂരം മാത്രമാണ് മാവൂർ റോഡ് ശ്മശാനത്തിലേക്കുള്ളത്. കോഴിക്കോട് വയനാട് റോഡ് വഴി മാവൂർ റോഡിലേക്ക് പ്രവേശിച്ച് KSRTC ബസ് സ്റ്റാൻഡ് മുന്നിലൂടെ ഒരല്പം മുന്നോട്ട് നീങ്ങിയാൽ മാവൂർ റോഡ് ശ്മശാനമായി. ഇതൊക്കെ MTയെ സംബന്ധിച്ച് അദ്ദേഹം നടന്നത് വഴികൾ കൂടിയാണ്. മിഠായി തെരുവിലും മാനാഞ്ചിറയിലും ഒക്കെ കോഴിക്കോടിന്റെ ഇതിഹാസങ്ങളായിട്ടുള്ള KT മുഹമ്മദിനൊപ്പവും വൈക്കം മുഹമ്മദ് ബഷീറിനൊപ്പവും ഒക്കെ അദ്ദേഹം നടന്നു തീർത്ത വഴികളാണ്. ആ വഴികളിലൂടെ അദ്ദേഹം ഇനി ചേതനേറ്റ ശരീരമായി ഒരിക്കൽ കൂടി ഒരു യാത്ര നടത്തും. ആ യാത്ര അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയാണ്. അത് ശ്മശാനത്തിലേക്കാണ്. ആ യാത്രയിൽ അദ്ദേഹത്തിന് ഇനിയൊരു മടക്കമുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊന്ന് കാതോർത്താൽ ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന്, മിഠായി തെരുവിൽ നിന്ന്, അവിടുത്തെ ഒരു പുനലൂർ രാജന്റെ അവിടുത്തെ സ്റ്റുഡിയോയിൽ നിന്ന്, അവിടുത്തെ ഹോട്ടലുകളിൽ നിന്ന്, ചായക്കടയിൽ നിന്നൊക്കെ ഒന്ന് കാതോർത്താൽ നമുക്ക് MTയെ കേൾക്കാൻ സാധിക്കും, വൈക്കം മുഹമ്മദ് ബഷീറിനെ കേൾക്കാൻ സാധിക്കും. അത് അവരുടെ പുസ്തകങ്ങളിലൊക്കെ അവർ കുറിച്ചിട്ടുണ്ട്. ബഷീറാണത് കുറച്ച് ഭംഗിയായി കുറിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോടിനെ കുറിച്ച് മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ് രഞ്ജിത്ത്. MT വാസുദേവൻ നായർ സിത്താരയിൽ നിന്നുള്ള അന്തിമ യാത്രയ്ക്ക് ഇതാ വാഹനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ബന്ധുമിത്രാദികൾ ചേർന്ന് കയറ്റുകയാണ്. ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി മാവൂർ റോഡ് ശ്മശാനത്തിലാണ് അദ്ദേഹത്തിന് നിത്യനിദ്രയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് ഉള്ള അവസാന യാത്ര, സിത്താരയിൽ നിന്ന് ആ പടിയിറങ്ങി അവസാന യാത്രയ്ക്കിതാ MT പോവുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഹൃദയഭേദകമാണ് ഈ കാഴ്ച എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എത്രയോ തവണ നമ്മൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുമൊക്കെ ഈ വാതിക്കൽ വന്നു നിന്ന് അദ്ദേഹത്തെ ഒന്ന് കാണാൻ, ഒന്ന് സംസാരിക്കാനൊക്കെ ആഗ്രഹിച്ച് നിന്നിട്ടുണ്ട്. പലർക്കും പ്രവേശനമൊക്കെ പലരുടെയും ശുപാർശയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവിടേക്ക് കോളിംഗ് ബെല്ലടിക്കാതെ കയറി ചെല്ലാനുള്ള അനുമതിയുള്ളൂ. അത്തരക്കാരുമായി കൂട്ടുചേർന്ന് അവരോടൊക്കെ അനുവാദം ചോദിച്ച് MTയോട് ശുപാർശ ചെയ്തൊക്കെയാണ് പലരും ഈ സിത്താരയുടെ വീട്ടിന്റെ വാതിൽ കടന്ന് ആ വലത്തുഭാഗത്ത് ഒരു ചാരുകസേരയിൽ ഇരിക്കുന്ന MTയെ കാണാനും വേണ്ടി വരാറുള്ളത്. പലർക്കും മുഖം കൊടുക്കാനും ചിരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്നു, ഒരു അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഏറ്റവും സ്നേഹത്തോടു കൂടി ചെല്ലുന്നവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കാത്ത രീതിയിൽ തന്നെ അവരെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനി സിത്താരയുടെ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരിക്കലും MTക്ക് വേണ്ടി ആയിരിക്കില്ല എന്നുള്ളതും ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിരന്തരം വന്നിരുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയ വേദനയാണ്. പക്ഷെ മലയാളികളായിട്ടുള്ള വലിയൊരു ആൾക്കൂട്ടം അദ്ദേഹത്തെ നേരിട്ട് ഇത്തരത്തിൽ സിത്താര എന്ന വീട്ടിലേക്കോ അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് വന്ന് സംസാരിച്ച് ഇഷ്ടപ്പെട്ടവരൊന്നുമല്ല. അവരൊക്കെ MTയുടെ കഥകൾ വായിച്ചും സിനിമകൾ കണ്ടും തിരക്കഥകൾ വായിച്ചും ചെറുകഥകൾ വായിച്ചും ഒക്കെ MTയെ അടുത്തറിഞ്ഞവരാണ്. അപ്പോൾ അവർക്കെല്ലാം ഇനിയും ആ പുസ്തകങ്ങളും അക്ഷരങ്ങളും ഒക്കെ അവർക്കൊക്കെ ഒപ്പം ഉണ്ടാവും. പക്ഷെ MTയെ നേരിട്ട് കാണാൻ ഇനി ആ തൂലികത്തുമ്പിൽ നിന്നൊരു അക്ഷരത്തിന്റെ പാതി വിടരില്ല എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ, അതൊക്കെയാണ് മലയാളികൾക്ക് വലിയ നഷ്ടബോധം ഉണ്ടാക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാര്യം ഇനി എത്രയോ കാലമായി, 10-12 വർഷമായി അദ്ദേഹം ഒരു ചെറുകഥ എഴുതിയിട്ട്, പക്ഷെ അദ്ദേഹം അതിനുശേഷം തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിൽ നിന്ന്, തൂലികത്തുമ്പിൽ നിന്ന് ഒരു കഥയില്ല, ഒരു നോവലില്ല, ഒരു എഴുത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മലയാളികളെ സംബന്ധിച്ച് വലിയ ഹൃദയവേദനയാണ്. ആ ഹൃദയവേദനയോടുകൂടി ഇതാ ആ ആംബുലൻസ് ഈ ആളുകൾക്ക് മുന്നിലൂടെ കടന്നു വരും എന്നുള്ളതാണ്. അല്പസമയത്തിനകം ആംബുലൻസ് ഈ ഭൗതിക ശരീരവും വഹിച്ച് പുറത്തേക്ക് ഇറങ്ങും. മാവൂർ റോഡ് ശ്മശാനത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സിത്താരയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുകയാണ്. കൊട്ടാരം റോട്ടിലെ സിത്താരയിൽ നിന്ന് MTയുടെ അവസാന യാത്ര. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന്റെ വായന, അതെല്ലാം നടന്നത് ആ വീട്ടിലാണ്.
ആ വീട്ടിൽ നിന്നൊരു മടക്കം. രഞ്ജിത്ത്, ആ വീടുമായി അദ്ദേഹത്തിന് അത്രയും ആഴത്തിലുള്ള ഒരു അടുപ്പമുണ്ടായിരുന്നു. സിത്താരയിൽ നിന്ന് അദ്ദേഹം അവസാന യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. ഇനിയൊരു മടക്കമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് ഓർത്ത് നോക്കൂ, എത്ര കഥാപാത്രങ്ങളെ ആയിരിക്കും ഈ മുറിയിൽ നിന്ന് അദ്ദേഹം എഴുതി തീർത്തിട്ടുണ്ടായിരിക്കുക. മലയാളികളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, മലയാളികളുടെ സിനിമയിൽ നോവലുകളോ ചെറുകഥകളോ അല്ല, ജനകീയമായിട്ടുള്ള ഒരു കല എന്ന രീതിയിൽ സിനിമയായിരിക്കും ആളുകൾക്ക് കുറച്ചുകൂടി ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത്. ഈ സിനിമയിലെ കഥാപാത്രങ്ങളായിരിക്കും. ആ എത്രയോ കഥാപാത്രങ്ങളെ അദ്ദേഹം സമ്പന്നമാക്കി അദ്ദേഹം എഴുതി തീർത്ത ആ മുറിയിൽ നിന്നാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി ആ മുറിയിൽ അദ്ദേഹം ഇല്ല. ഒരു മുറിവീടിയും അദ്ദേഹത്തിന്റെ ഏകാന്തതയും മാത്രമായിരുന്ന കുറെ നിമിഷങ്ങളിൽ എത്രയോ കഥാപാത്രങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ ഇനി അഭ്രപാളിയിലും അതുപോലെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലുമായി അവശേഷിക്കും. പക്ഷെ അതുപോലെ കഥാപാത്രങ്ങൾ ഇനി ഉണ്ടാവില്ല, അതുപോലെ എഴുത്തുകൾ ഇനി ഉണ്ടാവില്ല, അതുപോലെ ആ വീട്ടിനകത്ത് ഇനി നമുക്കൊരു കാരണവരില്ല എന്നുള്ള ഓർക്കുമ്പോൾ സ്വാഭാവികമായി ഈ വീട്ടിലെത്തി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് ഇഷ്ടം പങ്കുവെക്കുകയും അദ്ദേഹത്തെ കാത്തിരിക്കുകയും ഒക്കെ ചെയ്തവരെ സംബന്ധിച്ച് വലിയൊരു വിയോഗമാണ് സംഭവിക്കുന്നത്. ഇതാ ഒരു 50 മീറ്റർ മാത്രമാണ് സിത്താരയുടെ വീട്ടിന്റെ ആ ഇടവഴിയിൽ നിന്ന് കൊട്ടാരം റോഡിലേക്കും, അവിടെ നിന്ന് ഒരു 50 മീറ്റർ മുന്നോട്ട് പോയാൽ നടക്കാവ് വയനാട് റോഡായി. വയനാട് റോഡിൽ നിന്ന് ഏകദേശം ഒരു 900 മീറ്റർ മാത്രമാണ് മാവൂർ റോഡിലേക്കുള്ളത്. മാവൂർ റോഡ് വഴി ഒരു 500 മീറ്റർ മുന്നോട്ട് KSRTC സ്റ്റാൻഡ് വഴി മുന്നോട്ട് പോയാൽ മാവൂർ റോഡ് ശ്മശാനമായി. ആ ശ്മശാനത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ശ്മശാനത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അവിടെയും ഒരുപാട് ആരാധക വൃന്ദം. അവിടെ ഇപ്പോൾ 5 മണിക്ക് സംസ്കാരം ചടങ്ങ് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ആളുകൾ ആ ശ്മശാനത്തിലും ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായി ആ ശ്മശാന ഭൂമിയിലേക്കാണ് ഇപ്പോൾ എല്ലാവരും പോകുന്നത്. വിലാപയാത്ര അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആംബുലൻസ് പോകുമ്പോൾ അതിനകമ്പടിയായി മന്ത്രിമാരുണ്ട്. മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് രാസും MB രാജേഷും ഒക്കെയുള്ള ഒരു സംഘം അദ്ദേഹത്തിന്റെ ആ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. അതിന് പിന്നാലെ സ്വാഭാവികമായിട്ടും ഇവിടെ കൂടിയിട്ടുള്ള ആൾക്കൂട്ടം അദ്ദേഹത്തിന് പിന്നാലെ ആ മാവൂർ റോഡ് ശ്മശാനം വരെ അനുഗമിക്കും. അതൊരു ചെറിയ വിലാപയാത്രയായി തന്നെ മുന്നോട്ട് പോകും. ഒരു വിലാപയാത്ര നടത്തി വഴിമുടക്കി ആളുകളെ ബുദ്ധിമുട്ടിക്കാനൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. ഒരു പൊതുദർശനം നടത്തി ആളുകളെ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് അവിടെ ഒരു വലിയ ബഹളം ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഇത്തരം ബഹളങ്ങളിലോ ആരാധക വൃന്ദത്തിലോ ഒന്നും അഭിരമിച്ചിട്ടില്ല. അവാർഡിലോ അല്ലെങ്കിൽ പ്രശസ്തിയിലോ അങ്ങനെ അദ്ദേഹത്തെ മോഹിപ്പിച്ച ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എല്ലാം അദ്ദേഹത്തിന് കരഗതമായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് കിട്ടാതെ പോയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ കഥകളെല്ലാം അർഹിക്കുന്ന അംഗീകാരങ്ങളോടുകൂടിയാണ് മലയാളികളും ലോകവും ഏറ്റെടുത്തിട്ടുള്ളത്. ജ്ഞാനപീഠം പോലെ വലിയ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം പോലെ കേരള സർക്കാരിന്റെ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ ഏത് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടാതെ പോയിട്ടുണ്ട്. എല്ലാ പ്രശസ്തിയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സാർത്ഥകമായ ഒരു ജന്മം ഇതാ വിടവാങ്ങുന്നു, സാർത്ഥകമായ ജന്മം ഇതാ പടിയിറങ്ങുന്നു. അത് ഈ സിത്താരയുടെ വീട്ടുമുറ്റത്ത് നിന്ന് മാവൂരുടെ ശ്മശാനത്തിലെത്തി ഒരു ചിതയായി അല്പനേരം കൊണ്ട് എരിഞ്ഞടങ്ങും. പക്ഷെ ആ ചിതയിലെ വെളിച്ചം അത് മങ്ങുകയില്ല. അതിനി എത്രയോ കാലം, മലയാളക്കര ഉണ്ടാവുന്ന അത്രയും കാലം ആ ചിതയിലെ വെളിച്ചം നമുക്കൊക്കെ വെളിച്ചമായി, നമുക്കൊക്കെ മാർഗദീപമായി അത് മുന്നോട്ട് നയിക്കും. ആ വെളിച്ചം നമ്മളെ നയിക്കട്ടെ എന്ന് മാത്രമാണ് ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം എല്ലാം അവസാനിച്ച് ഒരു ശൂന്യത മാത്രം ബാക്കിയാവുമ്പോഴും ഏതെങ്കിലുമൊക്കെ പ്രതീക്ഷ അർപ്പിച്ച്, ഏതെങ്കിലുമൊക്കെ തുരുത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകണമെന്നും കാത്തിരിക്കണമെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച എഴുത്തുകാരനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കിനി കാത്തിരിക്കാനും പ്രതീക്ഷിക്കാനുമുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളെ നയിക്കട്ടെ എന്നുള്ളതാണ്. ഒരു കാരണവർ ഇനിയില്ല. അത് നമ്മളെ തിരുത്താനും നമ്മളെ നയിക്കാനും ഒരു കാരണവർ ഇനിയില്ല. പക്ഷെ ആ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾ അത് നമ്മളെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അലി അക്ബർ ഷാഹിൻ നമുക്കൊപ്പം ഉണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ അലി വീട്ടുപടി